ജോലി നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ കമന്റ് വെച്ചിട്ടാണോ നീ പറയാ കള്ളപ്പണം പഠിപ്പിക്കുന്ന കാര്യം? നിനക്ക് എന്ത് അടിസ്ഥാനം ഉണ്ട് അതിന് പറയാത്ത പ്രൂഫ് ഉണ്ട്? ആവശ്യമില്ലാത്ത ചൊറിയ നീയാണോ എനിക്ക് പഠിപ്പിച്ചത്? അല്ല, ഞാൻ സിനിമയെ എങ്ങനെയാണ് കാണേണ്ടത്, ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത്, നീ എനിക്ക് പഠിപ്പിച്ചിരുന്നു. അല്ലല്ല, കിട്ടി പോയാ പോട്ടെ, ലോട്ടറി എടുക്കുന്ന പോലെയാ. നിനക്ക് ഈ പ്രൊഡ്യൂസർമാർക്ക് ഇവിടെ ഇരിക്കുന്നവർക്കും ഇല്ലാത്ത വേദന എന്താണ് നിനക്ക്? നിങ്ങളെ നീ മാനിക്കണം വെച്ചാൽ ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കുക, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തൂടെ? അല്ല, അതിനകത്ത് പൊട്ടണമെന്നല്ല പറയുന്നത്, പറയുന്നത് ആ റീലിനകത്ത് പറയുന്നത് എന്താ, ഈ പടക്കം അല്ല ഇത് പൊട്ടിയാലും അത് ഇവിടെ ഒരാളും ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷകൻ പണ്ടാരോടങ്ങണം, അവൻ കണ്ടിട്ട് വെറുക്കണം എന്ന് പറഞ്ഞിട്ടല്ല സിനിമ എടുക്കുന്നത്. എല്ലാവർക്കും ആ സിനിമ ആരെങ്കിലും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും. ഈ സിനിമ കണ്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം, അപ്പൊ ആ പടത്തെ പറ്റി നല്ല അഭിപ്രായം പറയണം. അല്ലെങ്കിൽ അല്ലാതെ ദൈവം ഇത് കണ്ട് ആൾക്കാർ എന്നെ ചീത്ത വിളിക്കണം എന്ന് പറഞ്ഞാൽ ആരും സിനിമ എടുക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഒരു മിനിറ്റ്, ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം എന്ന് നീയാണോ എനിക്ക് പഠിപ്പിച്ചത്? അല്ല, ഞാൻ സിനിമയെ എങ്ങനെയാണ് കാണേണ്ടത്, ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത്, നീ എനിക്ക് പഠിപ്പിച്ചിരുന്നു. അല്ലല്ല, സിനിമയെ കുറിച്ച് എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് രണ്ടുണ്ട്. നീ എന്തിനാ എനിക്ക് പറഞ്ഞു തരുന്നത്? നീ കണ്ടൂടെ? അല്ലല്ല, അത് നിനക്ക് ഇത്രയും ആൾക്കാരിരിക്കെ പ്രസ് മീറ്റിൽ നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടല്ലേ കാണുന്നത്? അതേ സീരിയസ്നെസ്സോടെ ഞാൻ ജോലി ചെയ്യുന്നു. ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ നിർത്ത്, ഒരു സെക്കൻഡ് നിർത്ത്. നീ ഒരു വാഗ്വാദത്തിന് വന്നതല്ലോ? അല്ലല്ലോ, നീ പറഞ്ഞത് ആവശ്യമില്ലാത്ത ചൊറിയ ആവശ്യമില്ലാത്ത ചൊറിയ നീ ചെയ്ത പോലെ തന്നെ അവനും ഒരു ഇതായിട്ട് ചോദിക്കണം. ഞാൻ സീരിയസ് ആവണോ, ഞാൻ എന്താവണമെന്നുള്ളത് നീ എനിക്ക് പറഞ്ഞു തരണ്ടല്ലോ. മോനെ ഒരു സെക്കൻഡ്, അതായത് അത് സീരിയസ് ആയിട്ടൊക്കെ എടുക്കുന്നുണ്ട്. സിനിമ പൊളിയുന്നു, ഈ പൊളിഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ഇല്ല പോട്ടെ മോനെ, സമരത്തിലേക്ക് പോണമെന്ന് ഞങ്ങളല്ല. പോട്ടെ, നീ ഇപ്പോ അല്ലല്ല അവനെ പറഞ്ഞിട്ട് നീ അത് പറഞ്ഞിട്ട് പോയാൽ ഏതാ ഏതാ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അല്ല പിന്നെ ഉൾപ്പെടെ എല്ലാം കോമഡി ആയിട്ട് പറയുന്നത്. ഇതൊരിക്കലും നമ്മള് ഈ പറയുന്ന ഇത്രയും ആൾക്കാർ നീ ഇപ്പൊ ആലോചിച്ച് നോക്ക്. ഞാൻ സീരിയസ് ആയിട്ട്, അത് വളരെ പേഴ്സണൽ ആണ് നീ ചോദിച്ച കാര്യം. ഞാൻ ചോദിച്ച അത് നിനക്ക് എന്റെ അടുത്ത് ഈ ഒരു പടത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു മിനിറ്റ് സഹോദരൻ. അപ്പൊ ഞാൻ പറയല്ലേ, നീ അത് കേക്ക്. നീ ഒരു ചോദ്യം ചോദിച്ചില്ലേ, നിങ്ങൾക്ക് കുറച്ചുകൂടെ സീരിയസ് ആയി കണ്ടോ? ഞാൻ മറുപടി പറഞ്ഞട്ടെ. ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം, ഞാൻ എങ്ങനെ സിനിമനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നീ എനിക്ക് ദയവ് ഇത് പറഞ്ഞു തരുന്നു. നിന്നെ ഒരിക്കലും നീ മോനെ പേരെന്തുവാ? കേട്ടില്ലേ? മോന്റെ പേരെന്തുവാ? വേണ്ട അല്ല, ഏത് ചാനലാ? അതും വേണ്ടല്ലേ. പക്ഷെ എനിക്കിപ്പോ നല്ലൊരു അറിവ് കിട്ടിയപ്പോ ഞാന് 40 വർഷമായി. ഓക്കെ, അത് അഡ്വർടൈസ്മെന്റ് ആയല്ലോ ഇപ്പം. ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം, മോൻ പറഞ്ഞു കള്ളപ്പണം വെളുപ്പിക്കാനാണ് സിനിമ എടുക്കുന്നത്. അല്ല, താഴെ ഇടുന്ന കമന്റ് വെച്ചിട്ടാണോ നീ പറയാ കള്ളപ്പണം പഠിപ്പിക്കുന്ന കാര്യം? നിനക്ക് എന്ത് അടിസ്ഥാനം ഉണ്ട് അതിന് പറയാത്ത പ്രൂഫ് ഉണ്ട്? എന്ത് പ്രൂഫ് ഉണ്ട് നീ പറയുന്നതിന്? ഈ താഴെ യൂട്യൂബിൽ കമന്റ് ഇടുന്ന ആൾക്കാരെയാണ് പറഞ്ഞിട്ടല്ലേ? നിനക്ക് എന്തെന്ന് അറിയാമോ ഇതിനെ കുറിച്ച്, സിനിമയെ കുറിച്ച്? അപ്പൊ മിണ്ടരുത്.
ആവശ്യമില്ല. നമ്മളൊരു സ്ഥലത്ത് വരുമ്പോ ഞാൻ ഇവരെയൊക്കെ എത്ര കാലമായി കാണുന്നത് അറിയുമോ? അൺപ്ലസന്റ് ആയിട്ടുള്ള ഒഫെൻസീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക. ഇനി ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞുതരാം. എടാ നീ കേട്ടോ, അല്ലല്ല അവനൊരു കാര്യം പറഞ്ഞോട്ടെ. ഒരു കാര്യം നീ കേട്ടോ, എടാ ഒരു കാര്യം നീ കേട്ടോ. അല്ല അവനൊരു ഒരു കാര്യം പറ. എടാ മോനെ, എടാ നീ അവിടെ അവനെ നിങ്ങൾ കോടതിയല്ലേ? എടാ എന്തുകൊണ്ടായിരിക്കും ഇത്ര സിനിമ എന്നറിയാമോ? ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക. വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത് സിനിമയിൽ വേണ്ടത് വെറുപ്പിക്കരുത്. ഇവിടെ വേണ്ടത് സിറ്റ് പടം ചെയ്യുക, ഇതൊന്നുമല്ല. അച്ചടക്കം, മര്യാദ, എവിടെ എന്ത് സംസാരിക്കണം വെറുപ്പിക്കാതിരിക്കുക. നീ ഇത്രയും ആൾക്കാർ പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു, എന്നെ വെറുപ്പിച്ചു, ഇത്രയും ആൾക്കാര്. നിനക്ക് ഒരു വില ഞങ്ങളെടുത്തുണ്ടോ? ഒന്നുമില്ലല്ലോ. നീ ഇത്ര തവണ ഞാൻ പറയാൻ മോനെ കുഴപ്പമില്ല. ഇതിനെയും അതിന്റേതായ രസത്തിൽ തന്നെ എടുത്താൽ മതി മോനെ, കുഴപ്പമില്ല. ചോദിച്ചോ. മതി. എന്നോട് എനിക്ക് ഉത്തരം പറയാനില്ല. ആൾക്കാർ പറയുന്നത് പ്രൊമോഷൻസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വന്നാണ്. നിർത്തടാ. നമ്മള് പറയല്ലേ അല്ലല്ല, നിങ്ങൾക്ക് കുറെ പ്രാവശ്യം പുറത്താക്കുന്നല്ല, മറ്റുള്ളവർക്ക് ചോദിക്കാൻ അവസരം കൊടുക്കണം. ഇവിടെ ഒന്നുമില്ലല്ലോ. അയ്യോ കുഴപ്പമില്ല. ചോദിച്ചു, മോനെ ചോദിച്ചു, നമ്മൾ പറഞ്ഞു. അനൂപ്, ക്വസ്റ്റ്യൻസ് വരുന്നു. പ്ലീസ് പ്ലീസ്. കുഴപ്പമില്ല. റിയൽ ലൈഫിൽ നടന്ന സംഭവം